ഹായ് മക്കളെ, ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കുന്നത് സഹപാഠി അറിവുത്സവം ക്വിസിന് വേണ്ടിയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, 2026 72ാമത് നെഹ്റു ട്രോഫി വള്ളം കളിയുടെ ഭാഗ്യചിഹ്നം ഏത്? ആൻസർ ചുണ്ടൻ വള്ളം തുഴയുന്ന മലമുഴക്കി വേഴാമ്പൽ. അന്താരാഷ്ട്ര ക്രിക്കറ്റ് കൗൺസിലിൻ്റെ ഓൾ ഓഫ് ഫെയിമിൽ ഇടം നേടിയ മൂന്നാമത്തെ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റർ ആരാണ്? ആൻസർ അഞ്ജും ചോപ്ര. 2026 ലോക പുസ്തക തലസ്ഥാനമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരമേത്? ആൻസർ റബാത്ത്, മൊറോക്കോ. മികച്ച നടനുള്ള 72ാമത് ദേശീയ ചലച്ചിത്ര പുരസ്കാരം ലഭിച്ച മലയാളി നടൻ ആരാണ്? നടൻ മമ്മൂട്ടി. ചിത്രം ബ്രഹ്മയുഗം. ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനുള്ള പുരസ്കാരം ലഭിച്ചത് 2 പേർക്കാണ്. മലയാളികളുടെ പ്രിയ നടൻ മമ്മൂട്ടിക്കും ബോളിവുഡ് താരം കാർത്തിക് ആര്യനുമാണ് പുരസ്കാരം ലഭിച്ചത്. രാജ്യത്ത് ആദ്യമായി വികസിപ്പിച്ച സ്വകാര്യ ഓർബിറ്റർ റോക്കറ്റ് ഏതാണ്? വിക്രം 1. 2026 ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ 10 ഗോളുകൾ നേടി ഗോൾഡൻ ബൂട്ട് കരസ്ഥമാക്കിയത് ആരാണ്? ആൻസർ കിലിയൻ എംബാപ്പെ. 2000 സിഡ്നി ഒളിമ്പിക്സിലാണ് ആദ്യമായി ഒരു ഇന്ത്യൻ വനിത ഒളിമ്പിക്സ് മെഡൽ നേടുന്നത്. ദഹനത്തിൽ വെങ്കല മെഡൽ നേടി ചരിത്രം കുറിച്ച താരം ആരാണ്? ആൻസർ കർണം മല്ലേശ്വരി. മലയാളത്തിലെ ആദ്യത്തെ പോക്കറ്റ് കാർട്ടൂൺ ആരംഭിച്ചത് ജനയുഗം പത്രത്തിലൂടെ കാർട്ടൂണിസ്റ്റ് യേശുദാസനാണ്. ഏറെ പ്രശസ്തനായ ഈ കാർട്ടൂണിൻ്റെ പേരെന്താണ്? ആൻസർ കിട്ടുമ്മാവിൻ. 1893 കേരള ചരിത്രത്തിലെ നിർണായകമായി സ്വാധീനിച്ച ഒരു സമരം മഹാത്മാ അയ്യങ്കാളി നടത്തുകയുണ്ടായി. ആ സമരം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ആൻസർ വില്ലുവണ്ടി സമരം. കേരള ചരിത്രത്തിലെ പ്രധാനപ്പെട്ട നിയമനിർമ്മാണമായ ഭൂപരിഷ്കരണ നിയമം നടപ്പിൽ വന്നിട്ട് 55 വർഷം കഴിഞ്ഞിരിക്കുന്നു. 1970 സമഗ്രമായ ഭൂപരിഷ്കരണ നിയമം നടപ്പിലാക്കിയ മുഖ്യമന്ത്രി ആരായിരുന്നു? ആൻസർ സി അച്യുതമേനോൻ. രാജ്യത്തിൻ്റെ 2ാമത്തെ പരമോന്നത സിവിലിയൻ ബഹുമതിയായ പത്മഭൂഷൺ ലഭിച്ച ആദ്യ മലയാളി ആരാണ്? അദ്ദേഹം വലിയ വാഗ്മിയും കേന്ദ്രമന്ത്രിയുമായിരുന്നു. ആൻസർ വി കെ കൃഷ്ണമേനോൻ. മക്കളെല്ലാവരും നന്നായിട്ട് പഠിക്കുക. അടുത്ത വീഡിയോ ഉടനെ നൽകാം കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.